നമസ്കാരം. ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. സംസ്ഥാന മന്ത്രിസഭായോഗം അംഗീകരിച്ച് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ജനവിരുദ്ധ ഭൂപതിവ് ചട്ടങ്ങൾ പുനഃപരിശോധിക്കുക. ഇതോടൊപ്പം തന്നെ പുതിയ നിർമ്മിതികൾ അനുവദിക്കുന്നതിന് ആവശ്യമായ ചട്ടങ്ങൾ കൂടി കൊണ്ടുവന്ന് നിർമ്മാണ നിരോധനം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ ധർണ നടത്തി. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ചാല ഇതാരെ ജില്ലയുടെ പ്രിയങ്കരനായ അധ്യക്ഷനുമായ ശ്രീ സണ്ണി പൈമ്പള്ളിയിലാണ്. അദ്ദേഹത്തിനാണ് ഈ സമരത്തിന്റെ സമരനായകൻ. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ സത്യാഗ്രഹ സമരത്തിന്റെ അധ്യക്ഷനായി ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുന്നത് ഇന്ന് ഇടുക്കി ജില്ലയിലെ വ്യാപാര സമൂഹവും പൊതുജനങ്ങളും ഉൾപ്പെടുന്ന ഒരു വലിയ ധർണാ സമരം ഇന്ന് നമ്മുടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ധർണാ സമരത്തിന്റെ ഉദ്ദേശം നമുക്കറിയാം, ഇടുക്കി ജില്ലയെ മുഴുവൻ ഒറ്റപ്പെടുത്തുന്ന, ഒരുപക്ഷെ ജില്ല തന്നെ ഇല്ലാതായി പോകുന്ന തരത്തിലുള്ള ഒരു കിരാതമായ ഭൂപരിഷ്കൃത നിയമം നമ്മുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയിരിക്കുകയാണ്. ആ നടപ്പിലാക്കിയ ആ ഭൂപരിഷ്കൃത നിയമത്തിനെതിരെ അത് പഠിച്ചപ്പോ, അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ സത്യത്തില് ഒരുപക്ഷെ നമ്മുടെ ഇടുക്കി ജില്ല തന്നെ, ജില്ലയിലെ ജനങ്ങൾ തന്നെ അന്യാധീനപ്പെട്ടു പോയിക്കൊണ്ട് അത് മുഴുവൻ വനമേഖലയും അതുപോലെ തന്നെ നമ്മൾ ഇന്നുവരെ ഉണ്ടാക്കിയിരിക്കുന്ന മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒന്നുമില്ലാതാകുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ വിഷയത്തെക്കുറിച്ചൊക്കെ ആധികാരികമായി പറയുവാൻ അതിനെക്കുറിച്ച് പഠനം നടത്തിയ നേതാക്കളാണ് ഇന്നിവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കിടക്കുന്നില്ല. ഇതൊരു സൂചനാ സമരമാണ്. ഈ സൂചനാ സമരത്തിലൂടെ ഗവൺമെന്റ് കണ്ണു തുറക്കുന്നില്ലെങ്കിൽ ഇടുക്കി ജില്ല മാത്രമല്ല കേരള സംസ്ഥാനത്തിലെ മുഴുവൻ ചലിപ്പിക്കാത്ത രീതിയിലുള്ള സംഘടിത സമരം നടത്തുവാൻ കെൽപ്പുള്ള പ്രസ്ഥാനമാണ് ഇന്ന് ഈ സമരത്തിന് മുമ്പിലേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഗവൺമെന്റ് ഉണ്ടാകണമെന്നാണ് മാത്രമാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഞാൻ എന്റെ കടമയിലേക്ക് കിടക്കുകയാണ്. കാരണം മഴ വരുന്നു. ഇവിടെ സമരത്തിന് ശേഷം നമ്മുടെ പ്രവർത്തകർക്കൊക്കെ തിരികെ പോകാനുള്ളത് കൊണ്ട് ഞാൻ പുസ്തകം നീട്ടുന്നില്ല. എന്റെ കടമയിലേക്ക് കിടക്കുന്നു. ഇന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ചങ്ങനാശ്ശേരി ജില്ലയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി പൈമ്പള്ളി ഈ സമരത്തിന് ഈ പ്രശ്നം പഠിച്ചപ്പോൾ മുതൽ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളെയും മുഴുവൻ പല MLA മാരെയും ഇതുമായി ബന്ധപ്പെട്ട
കമ്മിറ്റികളുടെ MLA-മാരെയും മന്ത്രിമാരെയും ഒക്കെ നേരിൽ കണ്ടുകൊണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ നേരിൽ കണ്ടുകൊണ്ട് ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് കഴിഞ്ഞ 2 മാസക്കാലമായി ഇതിന്റെ പുറകെ നടക്കുന്ന ബഹുമാനം നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നു. അദ്ദേഹത്തെ ഈ ധർണാ സമരത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തു. ഇന്ന് ഈ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ വ്യാപാര വർഗത്തിന് ഇന്ന് ഈ സംഘടനയെ വലിയൊരു ചലിക്കുന്ന മിഷനായി കേരളത്തിലെ വ്യാപാര സമൂഹത്തെ മാറ്റുവാൻ സാധിച്ച ഈ കേരളത്തെ തന്നെ സ്തംഭിപ്പിക്കുവാൻ കഴിയുന്ന ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനനായ രാജീവ് അപ്സര സാർ, അദ്ദേഹം രാവിലെ തന്നെ ഈ പരിപാടിക്ക് വരികയും എന്തിന് നമ്മുടെ പ്രവർത്തകർക്ക് വേണ്ട കസേരകൾ പോലും അദ്ദേഹം ഇവിടെ കൃത്യമായി അതൊക്കെ പിടിക്കുന്ന കാര്യത്തിൽ വരെ ശ്രദ്ധ ചെലുത്തി ഈ സമരം ഏറ്റെടുത്തിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി ഏറ്റെടുക്കാൻ പോവുകയാണ് ഈ സമരം. അതിന് നേതൃത്വം നൽകാനും ഉദ്ഘാടനം ചെയ്യുവാനും വന്ന ബഹുമാന്യനായ രാജീവ് അപ്സര സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സമരത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ജില്ലയുടെ സംസ്ഥാനത്തിന്റെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ്, പത്തനംതിട്ട ജില്ലയുടെ ആദരണീയ പ്രസിഡന്റ് ശ്രീ ഷാജഹാനിക്കായെ ഹാർദവപൂർവ്വം യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സമരത്തിന്റെ സന്ദേശവുമായി നമ്മളിവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണാ സമരം നടത്തുവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ എല്ലാ സഹായവും ഇവിടെ വാഗ്ദാനം ചെയ്ത, നമ്മളൊക്കെ വന്ന് പലതും അന്വേഷിച്ചപ്പോ എല്ലാം ഇവിടെ ഓക്കെയാണ്, ആ രീതി കാര്യങ്ങൾ ചെയ്ത ഈ ജില്ലയുടെ പ്രസിഡന്റ് കൂടിയായ ബഹുമാന്യ ധനുഷ് ചന്ദ്രൻ, അദ്ദേഹം നമുക്ക് ആശംസാ പ്രസംഗവും നടത്താൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവനന്തപുരം ജില്ലയുടെ ശബ്ദിക്കുന്ന നാവ്, സംഘടനയുടെ ശബ്ദിക്കുന്ന നാവ്, പ്രതികരണശേഷിയുള്ള നമ്മുടെ സംസ്ഥാനത്തിന്റെ സെക്രട്ടറി ശ്രീ വൈ വിജയൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തെ വളരെയധികം പഠിച്ച് ഇടുക്കി ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും എന്താണ് ഈ പ്രശ്നം, എന്താണ് ഈ ഭൂപ്രശ്നം എന്നുള്ളത് വളരെ വിശദമായി എന്ന് എനിക്ക് തോന്നുന്നു. MLA-മാരെയും മന്ത്രിമാരെയും പോലും അദ്ദേഹമാണ് ഈ പ്രശ്നമാണ് അദ്ദേഹം ബേച്ചറിനും കുറിച്ചാണ് പഠിപ്പിച്ചത്. ദേശമൊക്കെ ചേർന്നുകൊണ്ടാണ് പലപ്പോഴും പഠിപ്പിച്ചപ്പോഴാണ് പല നേതാക്കൾക്ക് MLA-മാർക്ക് ഈ വിഷയത്തിന്റെ ഗൗരവം പോലും മനസ്സിലാക്കിയത്. ആ രീതിയിൽ ജില്ലയിലെ 6 കൺവെൻഷനുകൾ നടത്തി ആ എല്ലാ കൺവെൻഷനുകളും മുഴുവൻ വ്യാപാരികളെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിച്ചെടുത്ത ബഹുമാന നമ്മുടെ ജില്ലയുടെ വർക്കിംഗ് പ്രസിഡന്റ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനമൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ആ വാർത്താ സമ്മേളനമൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കിയ ഒരാൾക്ക് പോലും അതിനെതിരെ ഒരു ശബ്ദം ഉയർത്തുവാൻ സാധിച്ചില്ല. ഇന്നലെ ഞങ്ങൾ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നമ്മൾ ആലോചിച്ച് പലപ്പോഴും പല പത്രപ്രവർത്തകരും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ പല ചോദ്യങ്ങൾ ഉയർത്തുന്നത്, പക്ഷെ അതിനൊക്കെ ഒരു ചോദ്യത്തിന് പോലും ഇല്ലാതെ കൃത്യമായി അത് പ്രകടിപ്പിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് ആ സമ്മേളനമൊക്കെ നടത്തി അദ്ദേഹത്തിന്റെ ഇതാണ്. അദ്ദേഹത്തെ ഈ പരിപാടിക്ക് വേണ്ടി KR വിനോദിനെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പ്രശ്നത്തിൽ ഏറ്റവും അധികം ഇതെടുത്തുകൊണ്ട് പ്രയത്നിച്ച നേതാവാണ് നമ്മുടെ ജില്ലയുടെ ബഹുമാനായ വൈസ് പ്രസിഡന്റ് ശ്രീ PM ജയചേട്ടൻ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ജില്ലയുടെ മറ്റ് വൈസ് പ്രസിഡന്റുമാര് ശ്രീ ഷിബു M. തോമസ്, ES ബിജു, അതുപോലെ തന്നെ മറ്റിവിടെ വന്നിരിക്കുന്ന വൈസ് പ്രസിഡന്റുമാര് തങ്കച്ചൻ കോട്ടയ്ക്കകം ഉൾപ്പെടെയുള്ള വൈസ് പ്രസിഡന്റുമാർ മറ്റു പലരും എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ കാണുമായിരിക്കും, എത്തിച്ചേർന്ന് വിശ്വസിക്കുന്നു. അവർക്കെല്ലാവർക്കും തന്നെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ജില്ലയുടെ സെക്രട്ടറിമാര് ശ്രീ സുരേഷ്. അമരാവതിയിൽ AKG നടത്തിയ സമരം പോലെ ഈ സൂചനാ സമരം കണ്ട് മുഖ്യമന്ത്രിയും ഗവൺമെന്റും നയത്തിൽ നിന്ന് പിന്മാറിയില്ല എങ്കിൽ കേരളത്തിലെ 10,000-ങ്ങളെ അണിനിരത്തിക്കൊണ്ട് ശ്രീ AK ഗോപാലൻ നടത്തിയതുപോലെ മരണം വരെയൊരു നിരാഹാരം നടത്തുവാൻ സംസ്ഥാന പ്രസിഡന്റ് എന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് കാര്യകാരണങ്ങൾ മനസ്സിലാക്കി അവിടുത്തെ സാഹചര്യങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെടുത്തി രാജ്യത്തെ പട്ടിണി മാറ്റിയ ഒരു സമൂഹം ഈ രാജ്യത്തോടൊപ്പം കേരളത്തോടൊപ്പം പിടിച്ചു നിർത്തുവാൻ, ഇടുക്കി ജില്ലയെ കേരളത്തിൻ്റെതാക്കി മാറ്റുവാൻ ത്യാഗം സഹിച്ചൊരു ജനവിഭാഗം അവരെ പെരുവഴിയിൽ ഇറക്കി വിടാതെ അവരെ സംരക്ഷിക്കേണ്ട ചുമതല കേരള സർക്കാരിനാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഈ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് ധീരോജ്വലമായ ആത്മവിശ്വാസം നൽകിയ സഖാവ് EMS-ന്റെ പേരിലും ഞങ്ങൾക്ക് വേണ്ടി മരണം വരെ നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് പ്രഖ്യാപിച്ച AKGയുടെ പേരിലും ഈ സമരം, സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്യാൻ പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്.
അടുത്തതായി ഓരോ മേഖലകളിൽ കുടിയേറിയ ഭൂമിയുള്ള 10 സെന്റെങ്കിൽ 10 സെന്റ്, 5 സെന്റെങ്കിൽ 5 സെന്റ്, 5 ഏക്കറെങ്കിൽ 5 ഏക്കർ ഭൂമിയുള്ള മുഴുവൻ മനുഷ്യന്റെയും പ്രശ്നം എന്താണെന്നറിയോ? നാളെ ഇതുവരെയുള്ള വീടല്ലാത്ത എല്ലാം ക്രമരഹിതമെന്ന് പ്രഖ്യാപിച്ചപ്പോ നിങ്ങളുടെ കയ്യിലുള്ള ഭൂമി എവിടെയുമാവട്ടെ, ഏത് പട്ടണത്തിന്റെ ഹൃദയഭാഗത്താകട്ടെ, ആ ഭൂമി കൃഷിഭൂമിയായി മാറിക്കഴിഞ്ഞു. ഇനി എന്തെങ്കിലും ഇവർ 23 കൊണ്ടുവന്നിരിക്കുന്ന 2ാം പാർട്ട് വെച്ച് ഇനി എന്തെങ്കിലും നിർമ്മാണം അവിടെ നടക്കണമെങ്കിൽ എന്തായ സർക്കാരിന് കിട്ടിയിരിക്കുന്ന അധികാരം അതിന് അനുമതി കൊടുക്കണമെങ്കിൽ സർക്കാർ പറയുന്നത് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ ആ ക്ലോസ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഞാൻ കരുതുന്നത്. സർക്കാരിന് ബോധ്യപ്പെട്ടാൽ അനുമതി കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ആരെ ആദ്യം ബോധ്യപ്പെടുത്തണം? വില്ലേജ് ഓഫീസറെ ബോധ്യപ്പെടുത്തണം, തഹസിൽദാരെ ബോധ്യപ്പെടുത്തണം, സബ് കളക്ടറെ ബോധ്യപ്പെടുത്തണം. നമുക്കൊരു കെട്ടിടം പണിയണമെങ്കിൽ, നാം ഒരു കടമുറി പണിയണമെങ്കിൽ ആ നിലയിലേക്ക് നാം പോകും. അപ്പൊ ഇത് കെട്ടിടം പണിതവന്റെ വിഷയമാണെന്ന് ധരിക്കുന്നവർ മറവിയുടെയോ ഇരുട്ടിന്റെയോ ലോകത്താണ്. അവർ വെളിച്ചത്തിലേക്ക് വരണം. അതാ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങളുടെ ഈ രാജ്യത്തെ പ്രതിപക്ഷത്തോട് ഞങ്ങൾ ഇത്തരം നിങ്ങൾ ഈ നിയമം പാസാക്കിയത് വരെ പറഞ്ഞ ന്യായങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഈ ചട്ടം ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത് വിവിധ സ്ലാബുകളായി ജനങ്ങളെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് ബ്രിട്ടീഷ് നയം ഇവർ എടുത്തു പ്രയോഗിച്ചിരിക്കുന്നു. മതസംഘടനകൾക്ക് ഫീസില്ല, ആരാധനാലയങ്ങൾക്ക് ഫീസില്ല, മതസംഘടനകൾക്ക് കെട്ടിടങ്ങൾക്ക് നോമിനൽ ഫീസ്, വീട് വേണ്ട, രാഷ്ട്രീയ പാർട്ടികളുടെ കെട്ടിടങ്ങൾക്ക് നോമിനൽ ഫീസ്. ബാക്കി ഈ നാട്ടിൽ എല്ലാ നിയമവും പാലിച്ച് വീണ്ടും ഞാൻ ആവർത്തിച്ച് അടിവരയിട്ട് പറയുന്നു, എല്ലാ നിയമവും പാലിച്ച് കെട്ടിടം പണിതവനെ വിവിധ സ്ലാബാക്കുക. എന്നിട്ട് നിങ്ങളുടെ ജീവനോപാധി എന്താണെന്ന് ഈ സർക്കാർ തീരുമാനിക്കുന്നു. നോക്കണം, നിങ്ങളുടെ ജീവനോപാധി ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ വെച്ച് ഒരു വ്യക്തിക്ക് സ്വത്ത് സമ്പാദിക്കാൻ എല്ലാ നിയമപരമായി സ്വത്ത് സമ്പാദിക്കാൻ എല്ലാ അവകാശങ്ങളും ഉണ്ടെന്നിരിക്കെ ഒരാളുടെ ജീവനോപാധി ഒരു സർക്കാരിന് എങ്ങനെ തീരുമാനിക്കാൻ കഴിയും? ആർട്ടിക്കിൾ 14 മുതൽ 21 വരെയുള്ള ക്ലോസുകളിൽ റൈറ്റ് ടു ലീവ്, റൈറ്റ് ടു ഇക്വാളിറ്റി, റൈറ്റ് ടു പ്രോപ്പർട്ടി, ഇതെല്ലാം ഭരണഘടന നൽകുന്ന അവകാശങ്ങളാണ്. ഈ അവകാശങ്ങൾ ഉള്ളപ്പോ ആദ്യം 1500 ആയിരുന്നു, ഇപ്പൊ 3000 എന്ന് കേൾക്കുന്നുണ്ട്. ചട്ടം പ്രസിദ്ധീകരിക്കാത്തതുകൊണ്ട് ഞാൻ അതില് ഇവരായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. നമ്മളെ എന്ത് പറഞ്ഞും പറ്റിക്കും എന്ന് നമുക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ഇപ്പൊ 3000 വരെ ജീവനോപാധിയാണെന്ന് സമ്മതിക്കും എന്നാ പറയണേ. 2019 ഉത്തരവ് പ്രകാരമാണെങ്കിൽ 1500 സ്ക്വയർ ഫീറ്റ് വരെ ജീവനോപാധി കണക്കൂട്ടി ബാക്കി സർക്കാർ, നിങ്ങൾ പണിത കെട്ടിടങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് നിങ്ങൾക്ക് പാട്ടത്തിന് തരും എന്ന് പറഞ്ഞാൽ പട്ടയക്കാരനെ പാട്ടക്കാരനാക്കുന്നു എന്ന് ഞങ്ങൾ പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ശരിയാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതാണ് സ്ഥിതി. ഞാൻ സമയക്കുറവുണ്ട്. ഇന്ന് ഒരു സത്യാഗ്രഹ സമരത്തിന്റെ വേദിയിൽ ഇതിന്റെ എല്ലാ നിയമവശങ്ങളും ഒന്ന് മാത്രം പറയാം. ആരോടും മാന്യമായ ഏത് സംവാദത്തിനും തയ്യാറാണ്. ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ ഞങ്ങൾക്ക് എന്താ തടസ്സം? ഒരു രാഷ്ട്രീയ ലക്ഷ്യവുമുള്ളവരല്ല ഞങ്ങൾ ഈ നാട്ടിലെ മനുഷ്യർ. രാജു സാറ് സൂചിപ്പിച്ചതുപോലെ അധ്വാനശീലരായ ഒരു 10-70 വർഷക്കാലം 2-3 തലമുറകൾ വലിയ കഷ്ടപ്പാട് സഹിച്ച് ഈ ഭൂമിയിലെ അനുഭവിക്കാവുന്ന എല്ലാ ത്യാഗങ്ങളും സഹിച്ച് മലേറിയയോട്, മൃഗങ്ങളോട്, പാമ്പിനോട്, എല്ലാത്തിനോടും പൊരുതി ഞങ്ങൾ സ്വരുക്കൂട്ടിയ ഒരു ജീവിതത്തെ നിങ്ങൾ പ്രതിസന്ധിയിലാക്കുന്നു. നിങ്ങൾ അതിനെ ഒരു ചോദ്യചിഹ്നമാക്കുന്നു. നിങ്ങൾ ഞങ്ങളെ പാട്ടക്കാരാക്കുന്നു. നിങ്ങൾ ഞങ്ങളെ റവന്യൂ ഉദ്യോഗസ്ഥരെ അടിമകളാക്കുന്നു. എന്നിട്ട് ഒന്നും പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പോലെ റവന്യൂ മന്ത്രി പറയണേ. ചുമ്മാ നിങ്ങളൊരു അപേക്ഷ അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് അതിന്റെ അടിയിൽ പുള്ളി എഴുതി വെച്ചേക്ക, അപേക്ഷ കൊടുക്കുമ്പോൾ റെഗുലറൈസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം? പട്ടയത്തിന്റെ കോപ്പി ആദ്യം വേണം. പിന്നെ നിങ്ങളുടെ കെട്ടിടമാണെങ്കിൽ കെട്ടിടം പണിതതിന്റെ പെർമിറ്റ് വേണം. എത്ര പേരുടെ കയ്യിൽ 10 വർഷം മുമ്പ് പണിതതിന്റെ പെർമിറ്റ് ഉണ്ടാവും? അന്ന് ഇതൊന്നും ഡിജിറ്റൽ അല്ല എന്ന് ഓർക്കണം. 960-ലോ 70-ലോ കിട്ടിയ ഒരു പട്ടയമാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ കയ്യിരിക്കുന്ന ഭൂമിയിൽ പട്ടയത്തിന്റെ കോപ്പി ചോദിച്ചാൽ എത്ര പേരുടെ കയ്യിൽ പട്ടയത്തിന്റെ കോപ്പി കാണും? കൂടി വന്ന ഒരു 15 വർഷത്തെ മുന്നാധാരങ്ങൾ കാണും. അത് തന്നെ വെച്ചേക്കണേ. എന്തിനാ? ലോൺ എടുക്കണമല്ലോ, അതുകൊണ്ട് വെച്ചേക്കണം. ഇതല്ലേ എല്ലാവരുടെയും സ്ഥിതി. ഇതിൽ നിന്ന് ഭീകരമായ ഒരു നിയമം നിർമ്മിച്ച് ഈ സംസ്ഥാനം ഭീകരമായ കടക്കണിയിലാണ്. ഞങ്ങൾക്കറിയാം കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട്, അതും ഞങ്ങൾക്കറിയാം. പക്ഷെ അതിനിരകളായി അധ്വാനശീലരായ വളരെ നിയമപരമായ മാർഗങ്ങളിലൂടെ ജീവിതം കരിപ്പിടിപ്പിച്ച ഒരു ജനതയെ ഇരയാക്കുന്നത് അധാർമികതയാണ്.
ഏതറ്റം വരെയും ഞങ്ങൾ ഇതിനെ എതിർക്കും. തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയായ ധനുഷിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ഒരു ധർമ്മസമരം പട്ടയക്കാരനെ പാട്ടക്കാരനാക്കുന്ന സർക്കാരിന്റെ വികലമായ നയങ്ങൾക്കെതിരെ നിങ്ങൾ നടത്തുന്ന ഈ ഒരു ധർമ്മസമരത്തിന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാ പിന്തുണ പ്രഖ്യാപിക്കുകയും ഇന്നിവിടെ നേരത്തെ സംസാരിച്ച നേതാക്കന്മാർ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വിശദമായി തന്നെ സംസാരിച്ചത് കൊണ്ട് ഞാൻ ആ കാര്യത്തിലോട്ടൊന്നും കടക്കുന്നില്ല. ഈ സമരം ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇതൊരു സൂചനയാണ്. ഈ സൂചനാ സമരം കണ്ട് സർക്കാരിന്റെ നയങ്ങൾ മാറ്റിയില്ല എങ്കിൽ വ്യാപാരി വ്യവസായ ഏകോപന സമിതി എന്ന ഈ സമര സംഘടന വ്യാപാരികൾക്കും ഇവിടുത്തെ പൊതുജനങ്ങൾക്കും വേണ്ടി വളരെ ശക്തമായ സമരം ഏറ്റെടുക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ധർമ്മസമരത്തിന് ഏകോപന സമിതി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാർ നടത്തിയിട്ടുള്ള ഇത്തരം അതിക്രമങ്ങളെ നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. ഇനിയും വരാൻ പോകുന്നത് നമ്മുടെ കെട്ടിടങ്ങൾ പൊളിച്ചു കളയാൻ വേണ്ടിയിട്ടാണ്. എന്താ പറയുന്നത്, 60 കൊല്ലത്തിന് മുമ്പ് കിട്ടിയ എല്ലേ പട്ടയത്തിൽ നമ്മൾ പണിത കെട്ടിടം, അത് ശരിയാണ്. ആ നിയമത്തിൽ പറയുന്നത് വീടും കൃഷിയും മാത്രം എന്നുള്ളത് സമ്മതിച്ചു. എന്നാൽ അതിനുശേഷം നമ്മൾ കൊണ്ടുവന്ന ഒരു പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പറയും, ഒരു പ്ലാൻ വരച്ച് പ്ലാൻ സബ്മിറ്റ് ചെയ്യുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. അവിടുന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കമുള്ളവർ വന്ന് നമ്മുടെ ഭൂമി പരിശോധിക്കുന്നു. അവിടെ അതിനാവശ്യമായിട്ടുള്ള പെർമിറ്റ് നൽകുന്നു. നമ്മൾ അവിടെ കെട്ടിട നിർമ്മാണം നടത്തുന്നു. അത് കൃഷിഭൂമിയാണെങ്കിൽ ഇപ്പോൾ അറിയാവുന്ന തരം മാറ്റുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പുതിയ സംവിധാനമാണ് ഈ തീരദേശ മേഖലകളിൽ. ഈ നിലം അത് കരഭൂമിയായി തരം മാറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അവിടെ അതിന്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ ഈ കെട്ടിട നിർമ്മാണത്തിന് പിന്തുണ നൽകുകയും അനുമതി നൽകുകയും ചെയ്ത് നമ്മൾ പണിത കെട്ടിടം. നേരത്തെ എനിക്ക് തോന്നുന്നു ശ്രീ വിനോദ് പറഞ്ഞതുപോലെ അതിനാവശ്യമായിട്ടുള്ള എല്ലാ നികുതികളും, റവന്യൂ നികുതി എന്നെല്ലാം പറയുന്നത് ചെറുതല്ല, ഇതുൾപ്പെടെ അടച്ച് 60 കൊല്ലമായി 70 കൊല്ലമായി വ്യാപാരം ചെയ്യുകയും ജീവിതം കരിപ്പിടിപ്പിക്കുകയും ചെയ്ത ഒരു ജനസമൂഹത്തെ ഇല്ലാതാക്കാനുള്ള ഈ ശ്രമത്തിനെതിരായ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾ നമ്മൾ സംഘടിപ്പിക്കും. ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു സൂചനാ സമരം മാത്രമാണ്. സംസ്ഥാന വ്യാപകമായി എന്റെ ജില്ലയിലും ഇത് തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിലും 100 കണക്കിന് 1000 ലക്ഷക്കണക്കിന് ആളുകൾ തെരുവാധാരമാകാൻ പോകുന്നു. എന്താണ് ഇതിന്റെ ഒരു പ്രശ്നം? മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. നമുക്കിനി പഞ്ചായത്ത് ലൈസൻസ് തരുന്നില്ല. ഈ കെട്ടിടത്തിന് UA അൺഓതറൈസ്ഡ് എന്നുള്ള പേരടിച്ചിട്ടിരിക്കുന്നു. അൺഓതറൈസ്ഡ് ബിൽഡിങ്ങുകളിൽ കച്ചവടം ചെയ്യുന്നവർക്ക് ലൈസൻസ് ഇല്ല. അൺഓതറൈസ്ഡ് കെട്ടിടങ്ങൾക്ക് പഞ്ചായത്തിന്റെയും റവന്യൂവിന്റെയും നികുതി എടുക്കുകയില്ല. അവിടെ നിന്ന് കച്ചവടം ചെയ്യുന്നവന് ബാങ്ക് വായ്പ തരികയില്ല. എന്ന് പറഞ്ഞാൽ നമ്മളെ എലിപ്പട്ടിക്കകത്തിട്ട് അടച്ചുപൂട്ടി വെള്ളത്തിൽ മുക്കിക്കൊല്ലാനുള്ള ഈ ഗവൺമെന്റിന്റെ തീരുമാനം, ഇതിനെതിരായ ശക്തമായ പോരാട്ടം നമ്മൾ നടത്തേണ്ടതായിട്ടുണ്ട്. എന്തിനാണ് ഇവർ ചെയ്തതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഗവൺമെന്റിന്റെ കാശില്ല, എവിടെ ചോദിച്ചാലും ഗവൺമെന്റിന്റെ കാശില്ല. എല്ലാം ധൂർത്തടിച്ച് എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ്, പിണറായി വിജയന്റെ സർക്കാർ, അവരുടെ കയ്യിൽ പണമില്ലാതെ വന്നപ്പോൾ പാവപ്പെട്ടവനെ കൊള്ളയടിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു. 1000 കോടി രൂപയാണ് നമ്മളെ പോലെയുള്ളവരിൽ നിന്ന് രക്ഷപ്പെടുന്നവർ. നമ്മളെ കൊള്ളയടിച്ച് പട്ടിണി കിടക്കുന്നവൻ പോക്കറ്റടിക്കാൻ ഇറങ്ങിയാണ്. ഈ രാജ്യത്തെ സാധാരണക്കാരന് പെൻഷൻ കൊടുക്കുന്നില്ല, പലയിടങ്ങളിലെയും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. പണമെല്ലാം ദൂർത്തടിച്ച് കളഞ്ഞിട്ട് കിട്ടാവുന്ന മേഖലയിൽ നിന്നെല്ലാം കൊള്ളയടിച്ച് പണം സമ്പാദിക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത്. ഇതിനെതിരായ ശക്തമായ പോരാട്ടം നമ്മൾ നടത്തും. അവർക്ക് പണം വേണമെങ്കിൽ കൊള്ളയടിക്കുകയാണ്. എന്തെങ്കിലും 65 കൊല്ലമായി പണിത് വെച്ചിരിക്കുന്ന ഒരു കെട്ടിടത്തിന് റെഗുലറൈസേഷന് വേണ്ടി അതിന് പിഴ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ ചേറ്റത്തരമാണ്, തെമ്മാടിത്തരമാണ് ഇതെന്ന് പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കും. ഇതൊന്നും അംഗീകരിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയില്ല. നേരത്തെ വിനോദ് പറഞ്ഞു, ഇത് കച്ചവടക്കാരന്റെ മാത്രം പ്രശ്നമല്ല. കഠിനാധ്വാനം ചെയ്ത് കെട്ടിപ്പൊക്കിയ ജീവിതം കെട്ടിപ്പൊക്കിയ മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമായി ഇത് ഉയർത്തിക്കൊണ്ടുവന്ന് നമ്മൾ ഇവരുടെ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, മാറ്റുവിൻ ചട്ടങ്ങളെ, ഇല്ലെങ്കിൽ മാറ്റും നിങ്ങളെ താരിത് എന്ന് പറഞ്ഞ പോലെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഇതിന്റെ പ്രത്യാഘാതം ഈ ഗവൺമെന്റ് മനസ്സിലാക്കുന്ന തരത്തിൽ ശക്തമായ പ്രതിഷേധവുമായി നമ്മൾ മുന്നോട്ട് പോകും. ഈ സമരത്തിന് നേതൃത്വം വഹിക്കുന്ന ശ്രീ സണ്ണി നിരന്തരമായി എന്നോട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ഈ എല്ലേ പട്ടയത്തെ കുറിച്ച് ഞാൻ അത്ര ഗൗരവമായി എടുത്തില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, അതുപോലെ തന്നെ വിനോദിന്റെ പ്രസംഗവുമെല്ലാം നമുക്കിതിന്റെ ഗൗരവം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ വന്നിട്ടുള്ള നിങ്ങൾക്കെല്ലാം ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായും ഇവിടെ നമ്മൾ ഈ നടത്തിയിട്ടുള്ള സമരത്തിന് എല്ലാ പിന്തുണയും എന്റെ ജില്ലയിൽ നിന്ന്, പത്തനംതിട്ട ജില്ലയിൽ നിന്ന് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ജയ് ഹിന്ദ്. ഒരു സെന്റ് സ്ഥലത്തിന്റെ ഫെയർ വാല്യൂ 10 ലക്ഷം രൂപയാണ്. അവിടെ 50 സെന്റ് സ്ഥലമുള്ള ഒരാൾ
ഒരു 25,001 സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിതിട്ടുണ്ടെങ്കിൽ 5 കോടി രൂപയാണ് ആ കെട്ടിടത്തിന്റെ ഫെയർ വാല്യൂ. 5 കോടി രൂപ ഫെയർ വാല്യൂ ഉള്ള കെട്ടിടത്തിന് 25,001 സ്ക്വയർ ഫീറ്റ് കെട്ടിടം അതിനകത്തുണ്ടെങ്കിൽ അയാൾ 40% പഴി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ 5 കോടി രൂപ ഫെയർ വാല്യൂ ഉള്ള കെട്ടിടത്തിന് 2 കോടി 10 ലക്ഷത്തിൽ തൊട്ട് മുകളിൽ തുക പെനാൽറ്റി അടിക്കണം. എന്ത് ചെയ്തിട്ട്? ബാങ്ക് വായ്പ എടുത്തത് പോലും തിരിച്ചടയ്ക്കാൻ വശമില്ലാതെ കഷ്ടപ്പെടുന്ന കെട്ടിട ഉടമകളും വ്യാപാരികളും ഈ 2 കോടി രൂപ എവിടെ നിന്നുണ്ടാക്കും? എന്തിനുണ്ടാക്കി? 60 വർഷം മുമ്പുള്ള കെട്ടിടമാണെങ്കിൽ ആ കെട്ടിടത്തിന് മുഴുവൻ നികുതിയും കൊടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു 10-20 ലക്ഷം രൂപയെങ്കിലും കുമാർ ഇതിനോടൊപ്പം വാങ്ങിയിട്ടുണ്ട്. അവിടെയാണ് വീണ്ടും ഒരു 2 കോടി രൂപ എടുത്ത് പെനാൽറ്റി അടയ്ക്കണമെന്ന് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഞങ്ങളുടെ നാട്ടിലെ കള്ളു കുടിച്ചു കഴിയുമ്പോൾ ചേട്ടന്മാർ പറയുന്ന ആ ഭാഷ ഉപയോഗിച്ചാൽ തന്തയില്ലാത്തരമാണ്. കള്ളു കുടിച്ചു കഴിയുമ്പോൾ ചേട്ടന്മാർ പറയുന്ന ഭാഷ, ഇത് സണ്ണി വൈമലി പറഞ്ഞ ഭാഷയല്ല. കള്ളൊക്കെ കുടിച്ചു കഴിയുമ്പോൾ ദേഷ്യം വരുന്ന ചേട്ടന്മാർ പറയുന്ന ഒരു ഭാഷ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ പദം ഇനി ഞാൻ ആവർത്തിക്കുന്നുമില്ല. അതുകൂട്ട് പണി നിങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് കാണിക്കാൻ പാടില്ലാത്തതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇവർ ചോദിച്ചു, നിങ്ങളെങ്ങനെയായി തിരുവനന്തപുരത്തേക്ക് ഓടിച്ചാടി സമരവുമായി വരുന്നത്? ഞങ്ങൾ തിരുവനന്തപുരത്തേക്കല്ല ആദ്യം സമരമായി വന്നത്. ഞങ്ങൾ ആദ്യം ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട 6 കേന്ദ്രങ്ങളിൽ സമര പ്രഖ്യാപന ബോധവൽക്കരണ കൺവെൻഷൻ നടത്തി. ആദ്യം ജില്ലയിലെ പ്രധാനപ്പെട്ട 6 കേന്ദ്രങ്ങളിൽ. അതിലൂടെ ഞങ്ങൾ ആളുകളോട് പറഞ്ഞു, ഇപ്പോഴും നമ്മുടെ ആൾക്കാർ ധാരണ എന്നറിയോ? ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന കെട്ടിടോടമകൾക്ക് പോലും അവരുടെ ധാരണ, തിരുവനന്തപുരം അടക്കമുള്ള 13 മറ്റ് ജില്ലകളിലെയും കെട്ടിട ഉടമകളുടെ ധാരണ, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന നിയമമല്ല. കാരണം നമ്മൾ നിയമപരമായ കെട്ടിടം പണിതല്ലേ. ഇത് നമ്പർ കിട്ടാത്ത നിയമവിരുദ്ധമായ ഏതെങ്കിലും കെട്ടിടങ്ങളെ മാത്രമേ ബാധിക്കൂ എന്നാണ് ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ പോലും ചിലരെങ്കിലും വിശ്വസിച്ചിരിക്കുന്നത്. അതല്ല, ഇത് എല്ലേ പട്ടയത്തിൽ പണിതിട്ടുള്ള മുഴുവൻ കെട്ടിടങ്ങളെയും ബാധിക്കുമെന്ന് ആളുകൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഞങ്ങളൊരു ബോധവൽക്കരണം പോലെ സമരപ്രഖ്യാപന കൺവെൻഷൻ ജില്ലയിലെ 6 കേന്ദ്രങ്ങളിൽ നടത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇടുക്കിയുടെ മന്ത്രി റോഷി അഗസ്റ്റിൻ, ഇടുക്കിയിലെ LDFന്റെ പ്രമുഖ കക്ഷി നേതാക്കൾ ഇവരെല്ലാം ഒരുമിച്ചിരുത്തി ചർച്ച നടത്തി. ഞങ്ങളുടെ ആവലാതികൾ, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, ഞങ്ങളുടെ സംശയങ്ങൾ എല്ലാം അവരുമായി ചർച്ച ചെയ്തു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. മന്ത്രി ഒഴികെ മറ്റാരും ഇതിന്റെ യഥാർത്ഥ ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല. അവർ പറഞ്ഞു 3000 ഒന്നുമല്ല 5000 സ്ക്വയർ ഫീറ്റ് വരെ ഞങ്ങൾ ഒഴിവാക്കി തരും. അത് ആദ്യം 3000 എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇന്നലെ സബ്ജക്ട് കമ്മിറ്റിയിലെ ജയരാജൻ MLA-യുമായി ഞങ്ങൾ കണ്ടു. അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും 3000 മുകളിലേക്ക് ഫ്രീ ആക്കാൻ പറ്റത്തില്ല. 3000 ആക്കിയത് തന്നെ വലിയ കാര്യമായിട്ടാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞു, എന്താണ് സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോൾ, ഈ ഫെയർ വാല്യൂവിന്റെ സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോൾ ഞങ്ങളുടെ ജില്ലയിലെ പ്രമുഖ LDF നേതാവ് പറഞ്ഞത്, സ്ക്വയർ ഫീറ്റ് എടുക്കുമ്പോൾ അതിന്റെ പ്ലിന്ത് ഏരിയ, അതായത് തറയുടെ പ്ലിന്ത് ഏരിയ മാത്രമേ കൂട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം കാര്യം മനസ്സിലാക്കിയിട്ടില്ല. ഞങ്ങളിവിടെ വന്ന് സബ്ജക്ട് കമ്മിറ്റിയുടെ നേതാക്കന്മാരും മന്ത്രിമാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, പ്ലിന്ത് ഏരിയ ഒന്നുമല്ല, എത്ര സ്ക്വയർ ഫീറ്റ് എത്ര നിലയുണ്ടോ അതെല്ലാം വളർത്തും, അല്ലെങ്കിൽ പിന്നെ സ്ലാബിന് പ്രസക്തി ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഗ്രഹിക്കാൻ ഈ പറയുന്ന LDFന്റെ നേതാക്കന്മാർക്കും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മന്ത്രിയുമായി ചർച്ച നടത്തി, LDF നേതാക്കന്മാരുമായി ചർച്ച നടത്തി. പിന്നീട് ഞങ്ങൾ 2 ദിവസം മുൻപ് തിരുവനന്തപുരത്ത് വന്ന് സബ്ജക്ട് കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് സംസാരിച്ചു. അവർ പറഞ്ഞു നോക്കട്ടെ, പ്രയാസമായിരിക്കും എന്ന് പറഞ്ഞു. ആ ഭരണപക്ഷത്തിൻ്റെ ആളുകളെ മാത്രമല്ല, ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശനെ കണ്ടു, രമേശ് ചെന്നിത്തലയെ കണ്ടു, ഏതാനും മന്ത്രിമാരെയും അതിന് പുറമെ ഞങ്ങൾ കണ്ടു. അവരെല്ലാം ഈ മന്ത്രിമാർ പോലും ഇതിനെപ്പറ്റി ശരിക്കും പഠിച്ചിട്ടില്ല. റോഷി അഗസ്റ്റിൻ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിദാനം ചെയ്യുന്ന ജില്ലയെ ഇത് കഠിനമായി ബാധിക്കുമെന്നുകൊണ്ട് റോഷി അഗസ്റ്റിൻ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇനിയും ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സബ്ജക്ട് കമ്മിറ്റി എന്ന് പറയുന്നതൊക്കെ ചുമ്മാ ഒരു ഫോർമാലിറ്റിയാണ്, അത് ഞങ്ങൾക്കും അറിയാം. മുഖ്യമന്ത്രിയുടെ മുൻപിൽ ഒരിക്കൽ കൂടി ബില്ല് പോയതിന് ശേഷം മാത്രമേ ഇത് ഫൈനലൈസ് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. അവിടെയും ഒരു പ്രതീക്ഷ തരുന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും ഈ നിയമത്തിൽ കാതലായ മാറ്റം വരും എന്ന് കരുതുന്നില്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, മാധ്യമങ്ങളും നമ്മുടെ മറ്റ് 13 ജില്ലകളിലെ നേതാക്കന്മാരും ഇതിൻ്റെ സത്യം ഗ്രഹിച്ച് ഈ വിഷയത്തിൽ ഇടപെടണം. കോടിക്കണക്കിന് രൂപ പണം ഉണ്ടാക്കാൻ വേണ്ടി മലയോര മേഖലയിലെ പശ്ചിമഘട്ട മേഖലയിലെ ആളുകളെ എറിഞ്ഞു കൊടുക്കുന്നത് തൊന്മുട്ട ഇടുന്ന താറാവിനെ കണ്ടിച്ച് മുട്ടയെടുക്കുന്നതിന് തുല്യമായിരിക്കും എന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ് ഈ ചട്ടം തിരുത്തണം. നിയമം വന്നുപോയി ഞങ്ങളങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. പക്ഷേ ചട്ടം തിരുത്തണം, തിരുത്തിയേ പറ്റത്തുള്ളൂ.
തിരുത്താതെ പറ്റത്തില്ല. ചട്ടത്തിൽ തിരുത്തലുകൾ പാടില്ലെങ്കിൽ പുതിയ ചട്ടം കൊണ്ടുവരണം. ഇപ്പോഴും ഗവൺമെന്റ് ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇടുക്കി ജില്ലയിൽ നിർമ്മാണ നിരോധനമാണ്. ആ നിർമ്മാണ നിരോധനം പിൻവലിക്കുന്നില്ലോ, അത് സംബന്ധിച്ചൊന്നും ഈ ചട്ട ഭേദഗതിയിൽ പറയുന്നില്ലല്ലോ എന്നവർ പറഞ്ഞു. അടുത്ത ചട്ടം കൊണ്ടുവരും, പുതിയ ചട്ടം വരും. വരാനിരിക്കുന്നത് ഇതിനേക്കാൾ വലിയ ഭീകരമായ ചട്ടമാകാനാണ് സാധ്യത എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് സമരവുമായി ഇറങ്ങിയിട്ടുള്ളത്. ഇതൊരു സൂചനാ സത്യാഗ്രഹം മാത്രമാണ്. ഞങ്ങൾ സമരം നടത്തിയ പോലീസുകാർക്ക് പോലും വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഞങ്ങൾ വളരെ ശാന്തമായിട്ട് സമരം നടത്തുന്നു, പിരിഞ്ഞു പോകുന്നു. അതാണ് ഞങ്ങളുടെ സംസ്കാരം. അപ്പൊ തീർച്ചയായിട്ടും ഈ സമരത്തിന്, ഈ പുതിയ ചട്ട ഭേദഗതിക്കെതിരെ ഇടുക്കി ജില്ലാ കമ്മിറ്റി, ഏകോപന സമിതിയുടെ ഇടുക്കി ജില്ലാ കമ്മിറ്റി ഏതറ്റം വരെയും പോകാൻ തയ്യാറാകും എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഒപ്പം ഞങ്ങൾ നിയമപരമായ പോരാട്ടത്തിനും പോകുന്നുണ്ട്. കോടതി വഴി ഈ ചട്ട ഭേദഗതിയെ ഞങ്ങൾ ചോദ്യം ചെയ്യും. കോടതി വഴിയുള്ള പോരാട്ടത്തിലും ഇത്തരം ഗവൺമെന്റിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള സമരങ്ങളെയും ഗവൺമെന്റ് മുഖം തിരിക്കുന്നില്ലെങ്കിൽ, ഭേദഗതി ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് പോലും ഏകോപന സമിതിക്ക് പോകേണ്ടി വരും. അത് ഈ ജില്ലയിൽ മാത്രമല്ല, ഇടുക്കിയിൽ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ജില്ലകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടികൾക്ക് ഈ ധർമ്മസമര വേദിയിലെ ബഹുമാന്യനായ അധ്യക്ഷൻ, ഇടുക്കിയുടെ ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ഉപാധ്യക്ഷനുമായ ശ്രീ സണ്ണി പൈമ്പിള്ളൽ അവർകളെ, ഇവിടെ ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ ബഹുമാന്യനായ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ രാജു അപ്സര, ജില്ലയുടെ വൈസ് പ്രസിഡന്റും ജില്ലാ സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ ധനീഷ് ചന്ദ്രൻ, വൈ വിജയൻ, അതുപോലെ തന്നെ ഇടുക്കി ജില്ലയുടെ ഭാരവാഹികളെ, ഈ സമരഭടന്മാർ, സഹോദരീ സഹോദരന്മാരെ, ഞാൻ ദീർഘമായ ഒരു സംസാരത്തിന് ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വളരെ ആധികാരികമായി തന്നെ നമ്മുടെ നേതാക്കൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഞാൻ തിരുവനന്തപുരം ജില്ലയുടെ ഒരു വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ആദ്യമായി ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഈ തലസ്ഥാന നഗരത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലെത്തിയ ഇടുക്കി ജില്ലയിലെ മുഴുവൻ സമരഭടന്മാരെയും ഏകോപന സമിതിയിൽ അംഗങ്ങളെ ഞാൻ ആർദ്രവുമായി അഭിവാദ്യം ചെയ്യുവാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതോടൊപ്പം ഈ ജില്ലയിൽ നിന്ന് ഇവിടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്ത് കടന്നുപോയ ജില്ലയുടെ എന്റെ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ദുഃഖമുള്ളൂ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും പ്രയാസപ്പെടുന്നത്, ഇവിടെ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും ജനോപകാരപ്രദമായ വിഷയങ്ങളായിരിക്കെ, മനുഷ്യന്റെ പ്രാഥമികമായ അല്ലെങ്കിൽ അടിയന്തരമായ ആവശ്യങ്ങളായിരിക്കെ, ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്ന വിവേകമോ വിദ്യാഭ്യാസമോ അറിവോ ഇല്ലാത്ത ഒരു ഭരണകൂടത്തെ ഓർത്ത് ഞാൻ നിങ്ങളോടൊപ്പം ലജ്ജിച്ച് തലതാഴ്ത്തുകയാണ്. ഭരണകർത്താക്കൾ എന്ന് പറയുമ്പോൾ ജനങ്ങളോട് ധാർമ്മികമായ ഉത്തരവാദിത്വവും കടമയും നിറവേറ്റുവാൻ കഴിവുള്ളവരായിരിക്കണം എന്നാണ് ഞാനും നിങ്ങളും പഠിച്ചിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇവിടെ പരവതാനി വിരിച്ചുകൊണ്ട് കുത്തകകളെയും ബൂർഷകളെയും സ്വീകരിക്കുമ്പോൾ, പാർട്ടി സമ്മേളനങ്ങളിൽ ചുവന്ന പരവതാനികൾ വിരിക്കുമ്പോൾ, ഏകോപന സമിതിക്ക് വിരിച്ചു നൽകുന്ന പരവതാനികളിൽ വ്യാപാരികളുടെ രക്തം കൊണ്ട് ചുവപ്പിക്കണം എന്നാണ് ഭരണകൂടം ആഗ്രഹിക്കുന്നത് എന്ന് നാം സംശയിച്ചു പോകുന്ന അവസ്ഥയിലേക്കാണ് നാം കടന്നു പോകുന്നത്. നമ്മുടെ രക്തം കൊണ്ട് ചുവപ്പിക്കുവാനാണോ പരവതാനികൾ അവർ നമുക്ക് നൽകുന്നത്? നമ്മൾ ചവിട്ടിക്കയറാൻ നൽകുന്ന ഓരോ പടികളും നമ്മുടെ ജനജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളും, എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതുപോലെ ഇവിടെ ചൂരൽമലയിലടക്കം ജനങ്ങൾക്ക് ആശ്വാസമായി എത്തുന്ന ഒരു വലിയ സമൂഹമല്ലേ നമ്മൾ വ്യാപാരികൾ. നമ്മുടെ വരുമാനത്തിന്റെ ഓരോ ഭാഗവും ചിലവഴിച്ചുകൊണ്ട് കേരളത്തിൽ നടത്തുന്ന ലക്ഷോപലക്ഷം രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ കണക്ക് ഈ അധികാരി വർഗത്തിന് നമ്മൾ നൽകണമെന്നാണോ? നമ്മളത് ആഗ്രഹിക്കുന്നില്ല. നമുക്ക് വേണ്ടത് പ്രാഥമികമായ സൗകര്യങ്ങൾ, ഇവിടെ ഉയർത്തിപ്പിടിച്ച ആവശ്യങ്ങൾ. ഇതിനെതിരെ കണ്ണടച്ചാൽ, ഇതിനെതിരെ പ്രതിഷേധിച്ചാൽ, ഏകോപനം ഇവിടെ നമ്മുടെ നേതാക്കൾ പറഞ്ഞതുപോലെ ഈ സമരവുമായി ഏതറ്റം വരെ പോകുമെന്നും മരണം വരെയും സമരം ചെയ്യുവാൻ തയ്യാറാണെന്നും പ്രഖ്യാപിച്ച
ശ്രീ രാജു അഫ്സർ അവരുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിക്കുന്നു. ഇടുക്കി ജില്ലയിലെ നിങ്ങൾ ഓരോ ആളുകളോടൊപ്പം കൈയും മെയ്യും മറന്ന് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ വ്യാപാരികളും ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് വ്യാപാരി വ്യവസായ. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.